المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും നമ്മുടെ കുടുംബാദികളുടെ രോഗങ്ങളും അല്ലാഹു പരിപൂർണമായി ശിഫയിലും സലാമത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമാലുകളെല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിച്ച് ഉത്തമ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന 2-3 കാര്യങ്ങൾ പരിശുദ്ധമായ ഹദീസിൽ പറയുന്നുണ്ട്. അതൊക്കെയെന്ന് പറയും. നമ്മുടെ ക്ലാസ്സിൽ പലർക്കും നല്ല സുഖമായ ഉറക്കത്തിന് ഒരു അവസരം കൂടിയാണ്. 5 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഉള്ളെങ്കിലും നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും പലർക്കും നല്ലൊരു ഉറക്കത്തിന്റെ ഒരു ചൂട് വരുന്നുണ്ട്. നാളെ മുതൽ അടുത്ത ആഴ്ച മുതൽ നമ്മൾ മുമ്പ് തുടങ്ങിയപ്പോൾ ഒരു സമ്മാന പദ്ധതി വെച്ചിരുന്നല്ലോ. ആൻസർ പറയുന്നവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ അതുണ്ടാകും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ക്ലാസ് 2 മിനിറ്റേ ഉണ്ടാവുള്ളൂ, 3 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ ക്ലാസ് എന്ത് ചെയ്യണം? അല്പം ശ്രദ്ധിച്ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയൂ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന 2-3 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്ത്? സുഗന്ധം, അത്തർ. നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ഒന്നും വാങ്ങാറില്ല, ക്യാഷ് ഉണ്ടെങ്കിൽ അത്ര വാങ്ങാറില്ല, അത്ര ഉണ്ടെങ്കിൽ തന്നെയും തേക്കാറില്ല. നമ്മുടെ സംസ്കാരത്ത് ചോദിക്കും, സംസ്കാർക്ക് ഇഷ്ടം പോലെ അത്ര ഉണ്ട്. ഒന്ന് പറയാൻ കേട്ടോ, സംസ്കാരത്ത് ചോദിക്കുമ്പോൾ സംസ്കാരം ഇഷ്ടം പോലെ അത്ര ഉണ്ട്, തേക്കാറില്ല. അപ്പൊ അതായത് ഞാൻ കുറ്റപ്പെടുത്തിയല്ല. അപ്പൊ ഏതായാലും അത്ര എന്ന് പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന, ഹുബ്ബുണ്ടായിരുന്ന കാര്യമാണ് പത്ര എന്ന് പറയുന്നത്. അത് തേച്ചാലും എന്ത് ചെയ്യും? മഹാനായ ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എപ്പോഴും സുഗന്ധം ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അവന് ബുദ്ധിയുടെ വികാസം ഉണ്ടാവുന്നു. അപ്പൊ എല്ലാ നിലയ്ക്കും നോക്കുമ്പോഴും നമ്മുടെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളിന് നല്ലൊരു അത്തറിന്റെ സ്മെല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത് നിൽക്കുന്ന നമുക്ക് തന്നെ എന്ത് ചെയ്യും? മനസ്സൊരു റാഹത്തായിരിക്കും. അല്ലാതെ നമ്മൾ വിയർപ്പോട് കൂടി അല്ലെങ്കിൽ ദുർഗന്ധത്തോടു കൂടി, പ്രത്യേകിച്ച് സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? സുജൂദിൽ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും? സിഗരറ്റിന്റെ സ്മെല്ലൊക്കെ എന്ത് ചെയ്യും? അടിച്ചിങ്ങ വീഴ്ചും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ? റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പരിമളത്തോടു കൂടി. നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ പരിശുദ്ധമായി വരേണ്ടത് എവിടെയാ? നമ്മുടെ പള്ളികളിലാണ്. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രമല്ല എന്ത് ചെയ്യേണ്ടത്? പള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നല്ല വസ്ത്രത്തോടു കൂടി വരിക. അതുപോലെ തന്നെ സുഗന്ധം പൂശുക എന്നൊക്കെയുള്ളത് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ സുഗന്ധം ഉപയോഗിക്കുന്നത് പോലെ ഇപ്പൊ ഏത് കാര്യവും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു കാര്യവും എന്താ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് അത്ര തേച്ചാൽ എന്ത് വേണം? പ്രതിഫലം വേണം. എന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. പിന്നെ എന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതെന്ത് ചെയ്യണം? എനിക്ക് പള്ളിയിലേക്ക് തേക്കണം. പിന്നെ എവിടെയൊക്കെ തേക്കണം? പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം? എവിടെയും തേക്കാം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എവിടെയും തേക്കാന്നല്ല, പിന്നെ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യാം? തേക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്റെ ഭർത്താവിന്റെ മുന്നിലും വീടിന്റെ അകത്തളങ്ങളിലും മാത്രമേ സ്ത്രീകൾക്ക്. ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉപയോഗിക്കുന്ന ആരാ? സ്ത്രീകളാണ്. അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചെന്നറിയോ? സാനിയ, വഹിയ സാനിയ. അന്യപുരുഷന്മാർക്കിടയിലൂടെ സുഗന്ധം പൂശിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ വ്യഭിചാരികൾക്ക് തുല്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഭർത്താവിന്റെ മുന്നിൽ എത്ര തേക്കോ? നമ്മുടെ സ്ത്രീകള് ഭർത്താവിന്റെ മുന്നിൽ അത്ര തേക്കോ? ആർക്കു വേണ്ടിയാ അത്ര തേക്കേണ്ടത്? ഒരുങ്ങേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ്. നമ്മുടെ ഭാര്യമാര് ആർക്കു വേണ്ടി ഒരുങ്ങുന്നത്? ഭർത്താവിന് വേണ്ടി ഒരുങ്ങത്തില്ല. കരിയും ഡ്രസ്സൊക്കെ ആയിരിക്കും ഭർത്താവിന്റെ മുന്നിൽ. അത് കിടക്കറയിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ സുഗന്ധം പൂശേണ്ടത്, സ്ത്രീകൾ സുഗന്ധം പൂശേണ്ടത് തന്റെ ഭർത്താവിന് വേണ്ടിയാണ്, ഒരുങ്ങേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ സഹോദരിമാർ ഒരുങ്ങുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, സുഗന്ധം പൂശുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഏതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതിഫലം വേണം. അപ്പൊ നിയ്യത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. ആ നിയ്യത്തോടു കൂടി നാം ചെയ്യുമ്പോഴാണ്, എന്റെ ഹബീബ് എന്നോട് പഠിപ്പിച്ചൊരു സുന്നത്താണ്, ആ സുന്നത്തിന് എനിക്ക് പ്രതിഫലം വേണം. മാത്രമല്ല മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി, ഒന്നുകിൽ ഞാൻ വലിയ എന്ത് ചെയ്യാം ഭയങ്കര ആളാണ് എന്നറിയിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ആ ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയല്ലാത്ത
അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുമ്പോൾ നമുക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ എന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, അതൊക്കെ നല്ല ഉദ്ദേശങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല ഉദ്ദേശങ്ങളുടെ പേരിൽ അല്ലാതെ മറ്റേതെങ്കിലും ഒക്കെ രീതിയിൽ അള്ളാഹുവിന്റെ വജ്ഹിനെ പ്രീതിക്ക് വേണ്ടി അല്ലാതെ മറ്റു രീതിയിൽ അത്തർ അല്ലെങ്കിൽ ആ സുഗന്ധങ്ങൾ ഉപയോഗിച്ചാൽ അത് തെറ്റുണ്ട്. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തطيب ലില്ലാഹി ജാഅ യൗമൽ ഖിയാമത്തി വരീഹുഹു അത്യബു മിനൽ മിസ്കി. ഒരു മനുഷ്യൻ സുഗന്ധം ഉപയോഗിച്ചു, എങ്ങനെ? അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് കിട്ടണേ റബ്ബേ, ഇതെന്റെ ഹബീബ് എന്നോട് പഠിപ്പിച്ചതാണ്. എന്റെ പള്ളിയിലേക്ക് പോകുമ്പോഴും ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോഴും ഒക്കെ അത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എന്നെ കുറിച്ച് നല്ലൊരു ചിന്ത മറ്റുള്ളവർക്ക് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, അള്ളാഹുവെ ഞാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എന്റെ ശരീരം കൊണ്ട്, എന്റെ ശരീരത്തിന്റെ പ്രകൃതം കൊണ്ട് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്ത് ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്ന നിയത്തോടുകൂടി പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ അത്ര ഒരാൾ സുഗന്ധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾ നാളെ ഖിയാമത്ത് നാൾ വരുന്നത് വരീഹു അത്യബു മിനൽ മിസ്കി, കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ ഏറ്റവും ഉന്നതമായ പരിമളത്തോടുകൂടിയാണ് ആ മനുഷ്യൻ നാളെ ഖിയാമത്ത് നാളിൽ വരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി എന്ത് ചെയ്തു? സുഗന്ധം ഉപയോഗിച്ചു. ഇനിയോ വമൻ തطيب ലിഗൈരില്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാതെ മറ്റെന്തെങ്കിലും, ഞാൻ വലിയ ആളാണെന്ന് ധരിക്കുന്നതിന് വേണ്ടിയോ, ഞാൻ വലിയ ഏതെങ്കിലും സമ്പന്ന ശേഷിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കൂടി അത്രക്ക് ഉപയോഗിച്ച് നടക്കുന്നു അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അല്ലാത്ത രീതിയിലൂടെയുള്ള സുഗന്ധം, അങ്ങനെ ആ ചിന്താഗതിയിൽ സുഗന്ധം ഉപയോഗിച്ചാൽ ജാഅ യൗമൽ ഖിയാമത്തി വരീഹുഹു അന്ത്യനു മിനൽ ജീഫ, നാളെ മഹ്ശറയിൽ ആ മനുഷ്യൻ കടന്നു വരുന്നത് ചത്ത ശവത്തിന്റെ ദുർഗന്ധത്തോടുകൂടി. 2 ദിവസം കഴിയുമ്പോൾ ഒരു ശവം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചത്ത് കിടക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ ദുർഗന്ധം എത്രത്തോളമായിരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേ അവസ്ഥയിലായിരിക്കും അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി അല്ലാതെ അത്ര ഉപയോഗിച്ച ഒരു മനുഷ്യന്റെ, സുഗന്ധം ഉപയോഗിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥയെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ സുഗന്ധമുള്ള അത്തർ എന്തായി മാറും? നാളെ പരലോകത്ത് ദുർഗന്ധമായി മാറും. അപ്പൊ സുഗന്ധം എന്താകണം? നാളെ പരലോകത്ത് നമുക്ക് സുഗന്ധമായി തീരണം. അതുപോലെ തന്നെ സുഗന്ധം എന്നുള്ളത് നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ അത് ദുർഗന്ധമായി മാറാതിരിക്കാനും നാം ശ്രമിക്കാം. അള്ളാഹു തആല അത്തരത്തിൽ അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്മകളും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.